അവൻ്റെ ലക്ഷ്യം. ഓൻ ആരെ പക്ഷത്ത് യുദ്ധം ചെയ്തു? ചങ്ങായി ഇത് പറ, അങ്ങനത്തെ ഒരു സേവനം നിനക്ക് ചെയ്യാൻ കഴിയുമോ? പറ, അത് പറ. എനിക്ക് ഉഹദ് യുദ്ധത്തിൽ യുദ്ധം ചെയ്യാൻ കഴിയുമോ? ഇല്ലല്ലോ, ആ കാലം കഴിഞ്ഞില്ലേ. ഉഹദ് യുദ്ധത്തിൽ അള്ളാഹിൻ്റെ ഹബീബിൻ്റെ പക്ഷത്ത് യുദ്ധം ചെയ്ത ഒരു വ്യക്തി, ഒരു ഗ്രാമീണൻ, ഉഹദ് യുദ്ധത്തിൽ നബി തളർന്നിട്ടുണ്ട്, നബിയുടെ പക്ഷം തളർന്നു എന്നറിഞ്ഞപ്പോൾ ഗ്രാമീണനായ ഒരാൾ ഓടി വരിക. അയാൾ മുനാഫിക്കാ. അയാൾ ഓടി വന്നിട്ട് ഈ പക്ഷത്ത് യുദ്ധം ചെയ്യാം. യുദ്ധം ചെയ്തിട്ട് അയാൾ മരിച്ചു വീണപ്പോൾ അയാളെ ഹബീബ റസൂലുള്ളാഹിനോട് പ്രശംസ ചൊരിഞ്ഞു ആളുകൾ. വല്ലാത്തൊരു മനുഷ്യൻ. അയാളെ യുദ്ധം കണ്ടിട്ട് ആളുകൾ വന്ന് റസൂലുള്ളാഹിനോട് പറയാ. അപ്പോൾ പറഞ്ഞു, പ്രശംസിക്കണ്ട, ഇന്നഹു മിൻ അഹ്ലിന്നാർ. അവൻ എവിടുത്തേരനാ? ഒന്നരക്കാരനാ. അവൻ ഏത് പക്ഷത്താ? റസൂലുള്ളാഹിന്റെ പക്ഷത്ത്. പറ, യുദ്ധം ചെയ്തത് ആരെ പക്ഷം ജയിക്കാനാ? റസൂലുള്ളാഹിന്റെ പക്ഷം ജയിക്കാനാ. എന്നിട്ട് ഓൻ ആരാ? അങ്ങനത്തെ പണിയെടുക്കാൻ കഴിയൂലല്ലോ. എന്ത് വിചാരിച്ച ഈ പറയുന്നൊക്കെ? അല്ല, എന്താണ് ഇപ്പം പറയണത്? എന്ത് പ്രശ്നം? എന്താ അവൻ്റെ പ്രശ്നം? മദ്സൂസത്തായ സ്വന്തം നെഫ്സിൻ്റെ ഹവയിൽ നിന്ന് രക്ഷപ്പെടാൻ അവന് കഴിഞ്ഞില്ല. അത്രയും പ്രശ്നം. സ്വന്തം നെഫ്സിൻ്റെ ഹവയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ എന്തുകൊണ്ട് കാര്യമില്ല. എന്തുകൊണ്ട് കാര്യമില്ല. എന്ത് ചെയ്തിട്ടും കാര്യമില്ല. എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അപ്പം ഇതിനെ ഹലാല് പോലും മഹാന്മാർ ഒഴിവാക്കും. ഊണും ഉറക്കം അതൊന്നുമേ കൂടാതെ ഒരാണ്ട് കാലം പുറത്ത് നടന്നത് എന്തിനാ? ഹലാൽ ഒഴിവാക്കി. എന്തിന്? മുസ്തഹയാത്തില്ല, ആഗ്രഹിക്കപ്പെട്ട കാര്യം ഒഴിവാക്കി. ഹലാലന്നെ ഒഴിവാക്കി, പിന്നെ ഹറാം ആഗ്രഹിക്കൂല. ഹലാലന്നെ ഒഴിവാക്കി. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഹലാലന്നെ ഒഴിവാക്കി. ആഗ്രഹിക്കപ്പെടൊന്നുമില്ല. നെഫ്സ് ആഗ്രഹിക്കാൻ പാടില്ല. നെഫ്സ് ആഗ്രഹിച്ചാൽ ചെയ്യൂല, ചെയ്തു കൊടുക്കൂല. ഞാൻ തന്നെ ആ മനുഷ്യൻ ശുദ്ധിയായി നന്നാവും. അത് തന്നെ ഉസ്മാൻ ഹാറൂൻ തങ്ങൾ കൊണ്ടു നടന്നതാണ് ബഹുമാനപ്പെട്ട ഖാജയെ. എന്നിട്ട് എവിടെയെങ്കിലും എത്തിയാൽ അവിടുന്ന് ഭക്ഷണം ഉണ്ടാക്കാനും വിറക് ശേഖരിക്കാനും ഒക്കെ ഈ കുട്ടിയെ നിയോഗിക്കും. ഈ 10-20-22 വയസ്സായ ഈ ബാല്യക്കാരൻ നിയോഗിക്കും. ഷെയ്ഖിനെ അമൽ ചെയ്യും, പിന്നെ വിശ്രമിക്കും, ഉറങ്ങും. കുട്ടിക്കൊന്നും പറ്റില്ല. ഭക്ഷണം ഉണ്ടാക്കണം. മനസ്സിലായി? തളർന്നാൻ പാടില്ല. ആ കഴിഞ്ഞ് ഷെയ്ഖ് എണീറ്റാൽ പിന്നെ ഒപ്പം പിന്നെയും പോവും വേണം. പിന്നെ കുട്ടിക്ക് ഉറങ്ങാൻ നേരമല്ല. അപ്പം എന്തുമില്ല, ഉറക്കമില്ല, ഒക്കെ ഒഴിവാക്കി. ഭാണ്ഡക്കെട്ടിൽ ഭാരം കുറവാണെങ്കിൽ ഷേഖ് പിടിച്ചു നോക്കിയിട്ട് ഭാണ്ഡക്കെട്ടിൽ ഭാരം കുറവാണെങ്കിൽ കല്ല് കയറ്റിട്ട് കെട്ടിക്കൊടുക്കും, ഭാരം കുറച്ച് ഉണ്ടാകാൻ. അങ്ങനെ കൊണ്ടുവരണം. ഒരഭിപ്രായം 20 കൊല്ലം. ആ 20 കൊല്ലം കഴിഞ്ഞ് പൂർത്തിയായപ്പോൾ മനസ്സിലായോ? മദീനയിൽ റൗള സിയാർത്ത് ചെയ്യാൻ പോയി. അപ്പോൾ റൗള നശരീരുണ്ടായി, ഇന്ത്യയിലേക്ക് നിയോഗിച്ചിട്ടുണ്ട്. ആ ആളാണ് പിന്നെ ഇന്ത്യയിൽ വന്നത്. അസില് മനസ്സിലായില്ല. അസിൽ അവർ ഇറാനികളാണ്. പിന്നെ ആവശ്യം ഇന്ത്യയിൽ വന്നു. ഇന്ത്യയിൽ വന്നപ്പോൾ 90 ലക്ഷം ആളുകൾ ഇസ്ലാമിലേക്ക് ഒഴുകി. ഇത് ശുദ്ധീകരിക്കപ്പെട്ട ആളാണ്. അപ്പം സ്വന്തം നെഫ്സിൻ്റെ ഹാവ കഴിഞ്ഞു. ഇനി സ്വന്തം നെഫ്സിനോട് താല്പര്യം ഇല്ല. ആരെ മുന്നിൽ ചെറുതാകാൻ മടിയില്ല, എന്തിനും മടിയില്ല. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? അത് നമ്മളെ നെഫ്സിലാണ് കുഴപ്പം. ഇവർ വയറല്ല. നമ്മൾ ഇതുവരെ പറഞ്ഞ വയറൊക്കെ ആർക്കെതിരാണ്? ശൈത്താനെതിരാണ്. അപ്പം നമ്മൾ ശൈത്താനെയും കൂടി കെട്ടിയിട്ട് നമ്മൾ നന്നായും ചെയ്ത്. ശൈത്താൻ ഒരു ചുക്കുമല്ല. ഇതും കൂടി നമ്മൾ ശൈത്താനെ തല്ലിട്ടാണ് തടി തപ്പണ്ട. ശൈത്താനൊരു ചുക്കുമല്ല, ഒന്നുമല്ല. ഇനി ആണെങ്കിൽ തന്നെ ഒന്നിനോട് കഴിയൂല. ഇന്ന കൈദ ശൈത്വാനി കാന ലഈഫാ. അവൻ്റെ ചതികളും കുതന്ത്രങ്ങളും വളരെ ദുർബലം, ഒന്നും ചെയ്യാൻ കഴിയില്ല. അവസാനിപ്പിക്കാം. ചിന്തിക്കണം. തല കൊടുത്ത് ചിന്തിക്കണം. ഈ പറഞ്ഞത് നല്ല പോലെ തല കൊടുത്ത് ചിന്തിക്കണം. അപ്പം നമ്മളെ ഹവയിൽ നിന്ന് രക്ഷപ്പെടുന്ന വേണം. നമ്മളെല്ലാവരും നമ്മളൊക്കെ ഹവൻ്റെ അടിമകളാണ്. നമുക്ക് ആഗ്രഹമുള്ള നമ്മൾ ചെയ്യും. ഒക്കെ ഹവയാണ്, എല്ലാം ഹവയാണ്. നമ്മൾ കൊടുക്കുന്ന ഹവയാണ്, വാങ്ങുന്നത് ഹവയാണ്, ചെയ്യുന്നത് ഹവയാണ്, ഒക്കെ ഹവയാണ്.
എല്ലാം ഹവയിൽ അകപ്പെട്ടു എല്ലാം. അതുകൊണ്ട് നമുക്ക് ഒരു മാറ്റവും ഇല്ല. ഏത് ശവ്വാലാവുമ്പോൾ റമദാൻ 30 കഴിഞ്ഞിട്ട് മാറ്റം ഉണ്ടായില്ല. എന്തുകൊണ്ട്? കെട്ടിട്ട ആൾ അപകടകാരിയല്ല. കെട്ടിയിട്ട ആൾ അപകടകാരിയല്ല. ആര്? കെട്ടിയിടപ്പെട്ടത് പിശാചിന. അയാൾ നമ്മളിലേക്ക് അപകടകാരിയല്ല. മനസ്സിലാവുണ്ട് പറഞ്ഞത്? അയാളെ നശിപ്പിക്കാൻ അയാൾ തന്നെ യോഗ്യനാണ്. അയാൾ തന്നെയാണ് ചെയ്യുന്നത്. അവന് പിശാചിന് അവിടെ വലിയ റോളില്ല. അപ്പം അയാളെ കെട്ടിട്ടുകൊണ്ട് നമുക്ക് ലാഭമില്ല. റമദാൻ മാസത്തിൽ ശൈത്താനെ കെട്ടിടും. ശൈത്താനെ കെട്ടിടുന്നതിൽ ആർക്കേ ലാഭം ഉണ്ടാവുള്ളൂ? ശൈത്താൻ വരുന്നവന്, ഓൻ്റെ തലയിലേക്ക് ശൈത്താൻ വരുന്നുണ്ടെങ്കിൽ അപ്പോഴേ പ്രശ്നമുള്ളൂ. നമ്മളടുത്തേക്ക് ആര് വരുന്നില്ല? പറയും മനുഷ്യന്മാരെ, നമ്മളടുത്തേക്ക് ശൈത്താൻ വരുന്നില്ല ചങ്ങായിമാരെ. എന്തുകൊണ്ട്? ശൈത്താനാണ് ആവശ്യമുള്ള പണിയെടുക്കുള്ളൂ. നമ്മളെപ്പോലെയല്ല. നമ്മളടുത്തേക്ക് വരേണ്ട കാര്യമല്ല എന്ന് ആർക്കറിയും? ശൈത്താനെ. കാരണം ശൈത്താനേക്കാൾ 70 വട്ടം അപകടകാരിയായ നഫ്സാണ് അവൻ്റെ. അപ്പം അവിടേക്ക് വെറുതെ ആര് പോകൂല. എല്ലാം തികഞ്ഞ ഒരു 18 അടവും പമ്പരം തിരിയലും അറിയണ ഒരുത്തരം കുരുക്കൾ പിന്നെ പറഞ്ഞു കൊടുക്കും. എന്താണ് പ്രശ്നം? 18 അടവും പമ്പരം തിരിയലും അറിയുന്ന ഒരാളടുത്തേക്ക് കുരുക്കൾ നേരം കളയിലല്ലോ. കുരുക്കൾ ഇപ്പോൾ പുതിയതായി ആരെങ്കിലും കളയിൽ വരികയാണെങ്കിൽ ഓനല്ലേ പരിശീലിപ്പിക്കുള്ളൂ. പിശാചിനിപ്പോൾ നമ്മളെ പരിശീലിപ്പിക്കേണ്ടത് നമ്മളടുത്തേക്ക് ചെയ്യേണ്ട ഒരു ആവശ്യം ഇല്ല. നമ്മൾ ഹവയിൽ മഹ്ബൂസാണ്. നമ്മളടുത്തേക്ക് ചെയ്ത്താൻ വരില്ല. ചെയ്ത്താൻ മൊയ്തീൻ ശേഖർ, റിഫായി ശേഖർ ഓരോത്തൊക്കെ പോകുള്ളൂ. നമ്മളടുത്തേക്ക് ചെയ്ത്താൻ തിരിഞ്ഞു നോക്കാനല്ല. എന്തുകൊണ്ട്? നോക്കണ്ടേ? ആവശ്യമില്ല. ആരെങ്കിലും മൂമിനെ ഉണ്ടെങ്കിൽ ഓരത്ത് പോവും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം റമദാൻ വന്നിട്ട് ലാഭമൊന്നുമില്ല. എന്താ റമദാൻ ലാഭം? എന്താ? യാ പടച്ചോനെ, റമദാനിലെ ലാഭം എന്താ? ശൈത്താനെ കെട്ടിടും. ശൈത്താനെ കെട്ടിടുന്നവർക്ക് ലാഭമാർക്കാണ്? ശൈത്താനെ കൊണ്ട് നാശമാകുന്നവർക്കാണ്. നമ്മൾ ശൈത്താനെ കൊണ്ടല്ല നാശമാണ്, നമ്മളെ കൊണ്ട് തന്നെയാണ്. നിങ്ങൾക്ക് തിരിഞ്ഞില്ല. ശൈത്താനെ കെട്ടിട്ട് നമ്മക്കെന്താ കാര്യം? ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കി. ഇത് മനസ്സിലാക്കാതിരുന്നാൽ അപകടം വരും. അപ്പം ഇങ്ങനത്തെ ഒരു ചാപ്റ്റർ കേൾക്കാൻ പോലും ഇഷ്ടമില്ലാത്തവരുണ്ടാവും. കാരണം എന്തുകൊണ്ട്? അവർ സ്വയം വിചാരിക്കുന്നത് അവരാരാണ് നല്ലോ. നമ്മളൊക്കെ തന്നെ എല്ലാവരും നമ്മൾ വിചാരിക്കുക. നമ്മൾ നല്ലവരാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നു. പിന്നെ നമ്മളെ പേടിപ്പിക്കുന്നത് ആരാണ്? പിശാച്. ഇതിൻ്റെ ആവശ്യമില്ല. ഞാൻ ഇഷ്ടം പോലെ തെളിവുകൾ അതിന് പറഞ്ഞു. ഇതേ വൃത്തിയട്ട ഈ നഫ്സിനെ അല്ലാഹു ബഹുമാനിച്ച് വിളിക്കുന്നത് അവസാനത്തെ 30-ാം ജുസിലുണ്ട്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്നതു ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർദിയ ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നതി. ശാന്തമായ ആത്മാവേ പോര്. യാ അയ്യുഹൻ നബിയ്യു, മനസ്സിലായി? അതേ പ്രയോഗ യാ അയ്യുഹൻ നബിയ്യു എന്ന് വിളിക്കുമ്പോഴാണ് യാ അയ്യത്തുഹൻ നഫ്സു. ഈ നഫ്സാര അഖ്ബസ, വൃത്തിയട്ടോന. എന്നിട്ട് റബ്ബ് വിളിച്ചു. എന്തുകൊണ്ട്? ഈ റബ്ബൻ ഈ നഫ്സ് എന്തിലായി? ശുദ്ധിയായി. അതിനു വേണ്ടി പണിയെടുത്തു. നിസ്കാരം അതിനു വേണ്ടിയാണ്. മനസ്സിലായി? അപ്പം ഇതിൻ്റെ മേലെ ചെളി പുരണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ തുടക്കാൻ ഏൽപ്പിച്ചു. നിങ്ങൾക്ക് 2 നിലക്ക് തുടക്കാം. ഒന്ന്, ചളി കളയാൻ വേണ്ടി തുടക്കാം. ചളി കളയാൻ വേണ്ടി നിങ്ങൾ തുടക്കുമ്പോൾ ഇതിന് വേദനയാവും. ഒരു കിതാബ് തുടച്ചാൽ 50 പൈസ. നിങ്ങൾക്ക് ഉച്ചവരെ 50 പൈസക്ക് എടുക്കാനേ വയ്ക്കുള്ളൂ. അതേ സമയത്ത് വേറെ ആൾ തുടച്ചു,
ഓൻ 500 പരിപാടി 10 മിനിറ്റ് കൊണ്ട് എടുക്കാം. അതാണ് നമസ്കാരം. നമ്മളെ നഫ്സിനെ തുടക്കൽ ഈ നിസ്കാരം കൊണ്ട് നടക്കണേയില്ല. ഇത് നഫ്സിനെ ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാ, ഏത് ചീത്തയെയും തടയാൻ എന്തിന് കഴിയും? നിസ്കാരത്തിന് കഴിയുമെന്ന് പറഞ്ഞാൽ അവിടെ മുസക്കായ അവസ്ഥയിലേക്ക് ഉയർന്നല്ലോ എന്ത്? നഫ്സ്. മനസ്സിലായില്ല? ഈ നഫ്സിന്റെ ശുദ്ധീകരണം എന്തിൽ നടക്കും? നിസ്കാരത്തിൽ നടക്കുന്നത് കൊണ്ടല്ലേ നിസ്കാരം നഫ്സിനെ ചീത്തയെ തടയാൻ കഴിഞ്ഞ്. നമ്മളെ നിസ്കാരം എന്ത് ചീത്തയെ തടയുന്നത്? നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ല? അത് നിങ്ങൾ ചിന്തിക്കി. കാരണം ഇതിന് വേണ്ടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയില്ല. നമ്മൾ കൂലിട്ടണമെന്നേ ഉള്ളൂ. കൂലി കൂലി കൂലി. ഞാൻ മനസ്സിലായില്ല. അപ്പൊ ഇത് തുടച്ച ഓന് മനസ്സിലായില്ല. ഓന് എത്രയും തുടക്കാൻ കഴിയും, എത്രയും കഴിയും. ഇപ്പൊ കൂലിക്ക് അടക്ക പൊളിക്കണവരുണ്ട്, ബെറ്റിൽ നിന്നാൻ വേണ്ടി അടക്കാൻ നാക്കുന്നവരുണ്ട്. ഒരിക്കൽ 2 രൂപണിയാ. ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. കൂലിക്ക് അടക്ക പൊളിക്കണോല് എന്താ ചെയ്യുക? അടക്ക പൊളിച്ചിട്ട് അടുത്തടക്ക പൊളിച്ചിട്ട് അങ്ങനെ പോകുക. അപ്പൊ എത്ര അടക്ക പൊളിച്ചോ അത്രയും കൂലി കൂടും. അവനാൻ്റെ ബെറ്റിലേക്ക് തീർക്കാൻ വേണ്ടി അടക്ക എന്നാക്കണോ? അങ്ങനെയാണോ പൊളിക്കുക? ആ തൊപ്പ കളഞ്ഞ് പിന്നെ എന്ത് ചെയ്ത്? പിന്നൊന്ന് ചേരണ്ടി, പിന്നൊന്ന് ചേരണ്ടി, പിന്നൊന്ന് ചേരണ്ടി, പിന്നൊന്ന് ചേരണ്ടി, പിന്നൊന്ന് ചേരണ്ടി, എല്ലാം ക്ലിയർ. എന്തുകൊണ്ട്? അത് ഓൻ ഇങ്ങിട്ടാണ്, മറ്റേത് അങ്ങിട്ടാണ്. മറ്റേ ക്വാണ്ടിറ്റി കൂട്ടാണ്. നമ്മളിപ്പോൾ 20 റക്കായത്ത്, 40 റക്കായത്ത്, 60 റക്കായത്ത്. ഇപ്പോൾ 3 തറാവി കഴിഞ്ഞപ്പോൾ ഇപ്പം എത്ര റക്കായത്ത് കഴിഞ്ഞു? 3 തറാവി കഴിഞ്ഞപ്പം തറാവി മാത്രം ഇപ്പോൾ 60 റക്കായത്തായി. ഒരു റക്കായത്തിന് ഇപ്പം എത്ര കൂലിയാണ്? പറഞ്ഞങ്ങായിമാരെ ഒരു ഫർദിൻ്റെ കൂലി. അപ്പം നമുക്കിപ്പം ഈ 3 ദിവസം കൊണ്ട് ഇപ്പം എത്ര കിട്ടി? 60 ഫർദിൻ്റെ കൂലി കിട്ടി. നഫ്സ് എവിടെ തുടച്ചു? നഫ്സ് എവിടെ എന്നായി? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പണിയെടുക്കുക. ഈ പണിക്ക് വേണ്ടിയാകുകയാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ കഴിയണില്ല. പണിക്ക് വേണ്ടിയാകുക. ഒരു പണിൻ്റെ കൂലി എന്നതിനപ്പുറം നമുക്ക് ചിന്ത ഇല്ലാതാകുക. അങ്ങനെ വരുമ്പോൾ നഫ്സിൻ്റെ തുടക്കൽ അവിടെ നടക്കൂല. ഇപ്പം നിന്നെ നന്നാക്കി തരുന്ന ഒരു മനുഷ്യൻ 100 ആളെ കൊന്നു. ഒരു നഫ്സൻ 100 ആളെ. അപ്പം 100 ആളെ കൊല്ലുന്ന ഒരു മനസ്സോനുണ്ടല്ലോ, ഉണ്ടോ ഇല്ലേ? പറയും മനുഷ്യന്മാരെ 99 ആളെ ഒരാൾ കൊന്നു. പിന്നെ ഉപദേശം തേടി ചെന്ന ഒരു പണ്ഡിതൻ, ചിലപ്പോൾ ആ പണ്ഡിതന് ഇവിടുന്ന് പണി നോക്കിപ്പോ എന്നെ പോലത്തെ ഒരു വന്ന അള്ളാൻ അതാ പറയുന്നതാണ്. അപ്പോൾ അയാളെയും കൊന്നു. ഇപ്പം അയാൾ എത്ര ആളെ കൊന്നു? 100 ആളെ കൊല്ലുന്ന ഒരു മനസ്സല്ലേ അയാളുടേത്? പറയും മനുഷ്യന്മാരെ, അതല്ലേ അയാളെ മനസ്സ്. ആ മനുഷ്യൻ വേറൊരാളെടുത്തെത്തിയപ്പോൾ, ഒരു സ്വാലിനടുത്തെത്തിയ അയാൾ പറഞ്ഞു, എന്ത് അബ്റാറായ ജനങ്ങൾ താമസിക്കുന്ന ഒരു ഏരിയ ഉണ്ട്, ഇജ്ജ് അവിടേക്ക് പോയിക്കോ, അവിടെ ചെന്നാവും. അപ്പോൾ അയാൾ ആ നാട്ടിലേക്ക് പുറപ്പെട്ടു. ആ നാട്ടിൽ മുസക്കയായ അംഫുസ് മാത്രമുള്ളവരേ ഉള്ളൂ. മനസ്സിലായില്ല? ശുദ്ധീകരിക്കപ്പെട്ട നഫ്സുകൾ മാത്രമാണ് അവിടെ താമസിക്കുന്നത്. അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഇയാൾ അങ്ങോട്ട് പുറപ്പെട്ടു. പകുതി വഴിയിൽ ഇയാൾ മരിച്ചു. സബാനിയാക്കൾ പറഞ്ഞു ഇയാൾ നരകക്കാരൻ, അയാൾ 100 ആളെ കൊന്നിട്ടുണ്ട്. റഹ്മത്തിന്റെ മലക്കൾ പറഞ്ഞു ഇയാൾ സ്വർഗവാസിയാളെ തൗബ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒക്കെ അറിയിച്ചു കൊടുത്തു വഴിദൂരം അളക്കാൻ. വഴിദൂരം അളന്നപ്പോൾ അയാളുടെ പെടച്ചിൻ്റെ പെടലിൽ ഒരു വിരൽക്കൊടിയുടെ അളവിൽ അയാൾ അബ്റാറിൻ്റെ ഗ്രാമത്തിലേക്ക് അടുത്തിട്ടാണ്. അപ്പോൾ റഹ്മത്തിൻ്റെ മലക്കൾ അയാളെ കൊണ്ടുപോയി. ഇപ്പോൾ ഇവിടെ ഇയാൾ എന്താ ചെയ്യുന്നത്? പറയും, എന്താ ചെയ്യുന്നത്? ഇയാൾ നന്നാകാൻ വേണ്ടി കിതാബ് ചെയ്തത്? കിതാബ് ഒന്നും ഉണ്ടാവുമല്ലോ. പറയും മനുഷ്യന്മാരെ, പറയും അന്തമുള്ളവരുണ്ടെങ്കിൽ പറയും. അന്തമില്ലാത്ത വിഡ്ഢികൾ കുറയാൻ ഇപ്പോഴത്തെ കാലത്തോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇയാൾ നന്നാകാൻ വേണ്ടി ഇപ്പോൾ എന്താ ചെയ്തത്? അതെന്നല്ലടാ ചങ്ങായി ഫാത്തിഹ. ഇത് നന്നാകണം, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, എനിക്കൊന്ന് നന്നാകണം പഠിച്ചോണെന്ന് പറഞ്ഞപ്പോൾ എന്താ പഠിച്ചോ എന്നോട് പറഞ്ഞേ? ഈ ഖുർആൻ ഓതുന്ന പറഞ്ഞ ചങ്ങായി, ഈ സിറാത്തൽ ലദീന, നല്ല നഫ്സുള്ളവരെ കൂട്ടത്തിൽ കൂടിക്കോ, എന്നാ ജന്നാവും. അപ്പം ഈ ആ സംഭവം ഈ ഫാത്തിഹ ഒന്നല്ലേ? നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല. തിരിഞ്ഞിട്ട് ഞാൻ പിന്നെയും പറഞ്ഞുതരാം.
അന്നുമില്ലേ ഒരു കിതാബ്? ചങ്ങായി ആദ്യത്തെ ഏട് ആർക്ക് ഇറങ്ങിയിട്ടുണ്ട്? പറയുടെ ചങ്ങായി, ഇവിടെ ഏടും കിതാബും ഇല്ലാത്തൊരു കാലല്ലല്ലോ. അപ്പൊ ഈ 100 ആളെ കൊന്നവനെ കിതാബ് ഓതാൻ പറഞ്ഞേക്കാണോ ചെയ്തത്? പൊട്ടന്റെ വർത്താനം പറയല്ലേ. ഇവിടെ 100 ആളെ കൊന്നോനെ ഇപ്പൊ കിതാബ് ഓതാനാണോ പറഞ്ഞയച്ചത്? അല്ല. പിന്നെ എന്തേ പറഞ്ഞയച്ചത്? ഈ ഫാത്തിഹ സൂറത്ത് അന്ന് ഫാത്തിഹ ഇറങ്ങിയിട്ടില്ലെങ്കിലും ജന്നല്ലേ ഏത് കാലത്തും അബ്റാർ താമസിക്കുന്ന ഒരു നാടുണ്ട്. അവിടെ മുസക്കയായ ആളുകളേ ഉള്ളൂ, ശുദ്ധീകരിക്കപ്പെട്ട ജനങ്ങളാണ് ആ നാട്ടിലുള്ളത്. എവിടേക്ക് പോയിക്കോ. അവിടേക്ക് പോയിട്ട് അയാൾ അവിടെ എത്തിയതുമില്ല, എൻ്റെ അടിയിൽ മരിച്ചു. പക്ഷെ വിരൽ കൊടിയുടെ അളവിലെങ്കിലും അയാൾ എങ്ങോട്ട് അടുത്തു? ആ ഗ്രാമത്തിലേക്ക് അടുത്തപ്പോൾ അള്ളാഹു റഹ്മത്തിൻ്റെ മലക്കൾ പറഞ്ഞ സ്വർഗത്ത് കൊണ്ടുപോയി. എന്തുകൊണ്ട്? അയാൾ നല്ലവരിലേക്ക് അടുത്തവനാണ്. മരണവേദനയിൽ പെടഞ്ഞിട്ടാണ് അയാൾ ഒരു വിരൽ കൊടിയിൽ അങ്ങോട്ട് കൂടിയത് എന്നും ചില റിവായത്തിൽ കാണുന്നുണ്ട്. കിതാബ് ഓതാനല്ല പറഞ്ഞത്, നല്ലോരെ കൂട്ടത്തിൽ കൂടിയാലേ നന്നാവും. ശ്രേഷ്ഠരായ സ്വാലിഹ്യങ്ങളെ കൂടെ ഇരിക്കണം. നല്ലോണം ചിന്തിക്കണം. വിഡ്ഢികളെ കൂട്ടത്തിൽ കൂടരുത്. ഇതിൻ്റെ അപ്പുറം എനിക്ക് പറയാനുണ്ട്, പക്ഷെ ഞാൻ പറയാത്തത് നിങ്ങൾ തെറ്റിദ്ധരിക്കും എന്നതുകൊണ്ട് ഇതിനപ്പുറമുണ്ട്. ഇതിനപ്പുറം പറയാനുണ്ട്. അതൊറ്റക്ക് ചോദിച്ചാൽ പറഞ്ഞുതരാം എന്താണ്. നമ്മളെ കഴുകല. നമ്മൾ അല്ലാഹു തആല നിസ്കാരക്കാരേ വാ എന്നല്ല പറയുന്നത്. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന. ഏതാണ് ഈ നഫ്സ്? അഖ്ബസ മിന 70 ശൈത്താനൻ. 70 ശൈത്താനേക്കാളും അപകടകാരിയായ അതേ നഫ്സിനെ അല്ലാഹ് അമ്പിയാക്കളെ വിളിക്കും പോലെ വിളിക്കുകയാണ്. യാ അയ്യുഹൻ നബി എന്ന് പറയും പോലെ വിളിക്കുകയാണ്. ആരെ? യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന. നഫ്സേ. അപ്പോഴത്തെ നഫ്സ് എന്തായിട്ടുണ്ട് പറേ? 70 ശൈത്താനേക്കാൾ അപകടകാരിയാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടല്ലോ. ഒരാളെ നഫ്സ് 70 ശൈത്താനേക്കാളും അപകടകാരിയാണ്. പിന്നെ ആ നഫ്സിൽ ശുദ്ധീകരണം നടക്കണം. ശുദ്ധീകരണം സ്വയം നടത്താൻ പറ്റൂല. യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വഇൻ കാനൂ മിൻ ഖബ്ലു ഫീ ളലാലിൻ മുബീൻ. മുൻകാലത്ത് എത്ര വൃത്തികെട്ടവനായാലും നന്നാക്കി തരേണ്ടവരെ മുന്നിലാണ് എത്തി നന്നാക്കിയാൽ നന്നാവും. ആ നഫ്സിനെ അല്ലാഹ് എങ്ങനെ വിളിച്ചു? യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന തുർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ. അതന്നെ കൂടുതൽ വർത്താനത്തിൽ പറയേണ്ട ആവശ്യമില്ല. ഒരാവശ്യമില്ല. ഹലാലിനെ വരെ അവർ ഒഴിവാക്കി. എന്തിനാ ഹലാലിനെ ഒഴിവാക്കി? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടമല്ലാതെ പറഞ്ഞില്ല. ചിലപ്പോൾ അതും വേണ്ടി വരും. അപ്പം നമ്മൾ നന്നായി തീരുന്ന വേണം. നന്നാക്കുക എന്നുള്ളത് ഇതൊന്നല്ല, നന്നാകലൊരു പണിയാണ്. ഭയങ്കര. മൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദി വമൻ യുദ്ലിൽ ഫലൻ തജിദ ലഹു വലിയ മുർഷിദ. അവന് നേർമാർഗം പറഞ്ഞു കൊടുക്കുന്ന ഒരാളെ കണ്ടെത്താൻ കഴിയൂല. അപ്പം നേർമാർഗം പറഞ്ഞു കൊടുക്കുന്ന ആളുണ്ടാകണം. അയാൾക്ക് നമ്മളെ നഫ്സിനെ കൊണ്ടേ സമർപ്പിക്കണം. അയാൾ നമുക്ക് ഇഷ്ടമില്ലാത്തത് തന്നെ പറയും. അപ്പം അതൊക്കെ നമ്മൾ ചെയ്യണം. ആലിം നിന്നോട് ഇഷ്ടമുള്ളതേ പറയുള്ളൂ. ആരിഫ് നിനക്ക് ഇഷ്ടമില്ലാത്തത് പറയും. കാരണം ആലിമിന് പുററിയും ഉള്ളറിയില്ല, ആരിഫിന് ഉള്ളറിയും. അതന്നെ. ആലിം നിനക്ക് ഇഷ്ടമുള്ളത് പറയുള്ളൂ. അപ്പം എനിക്ക് ആലിമിൻ്റെ അടുത്ത് പോകാനും ആലിമിൻ്റെ ഒപ്പം കുത്തിരിക്കാനും ആലിമിൻ്റെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാനും ഇഷ്ടമാണ്. ആലിം ഇഷ്ടമല്ലേ പറയുള്ളൂ. ആരിഫ് അങ്ങനെ പറയില്ല. ആരിഫ് ഉള്ളറിഞ്ഞവൻ എനിക്കിഷ്ടമുള്ള പറയില്ല. നമുക്കാണ് അയാൾക്ക് എന്നെ കാണുമ്പോഴത്തേന് തിരുമാൻ ഇപ്പം നമുക്കാണ്. പിന്നെ എൻ്റെ ഹമാക്കത്ത് നന്നാക്കണമെന്നേ പറയുള്ളൂ. അതെനിക്കിഷ്ടമില്ലാത്ത കാര്യമായിരിക്കും. അപ്പോൾ ഒരു ദിവസം തന്നെ ഫുള്ള് അയാളൊപ്പം ഇരിക്കൂല. ആലിം അങ്ങനെയല്ല. ആലിമിന് എൻ്റെ ഉള്ളറിയില്ല. ആലിമിനുണ്ട് ആൾക്കും അറിയാം, അയാൾക്കും അറിയില്ല, ആർക്കും അറിയില്ല. അല്ലാഹു റസൂലിനും അറിയും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആലിമിൻ്റെ ഒപ്പം ഇരിക്കാൻ നിനക്ക് കഴിയും, ആരിഫിൻ്റെ ഒപ്പം ഇരിക്കാൻ കഴിയില്ല. ആരിഫ് ചിലപ്പോൾ കള്ളനെ അടുത്ത് വെച്ചിട്ട് നല്ലവനാട്ടും.
അപ്പം നാട്ടുകാർ ആരിഫിനെ ഓട്ടും, മൂപ്പരപ്പം കള്ളന്മാരാ. അല്ലെങ്കിലും ഇന്നലെ രാത്രി ചെയ്തത് തിന്മയായ കാര്യം ചെയ്തു. രണ്ടാൾ ചെയ്തു. ഒന്ന് കള്ളുടിയൻ, ഒന്ന് ആലിമ്. ആലിമ് കിബിറാണ് ചെയ്തത്. കിബിറുമ്മൽ ഉണ്ടായിത്തീർന്ന കാര്യമാണ് ആലിമ് ചെയ്തതെന്ന് സങ്കല്പിക്കുക. കള്ളുടിയൻ ചെയ്തതോ കിബിറുമ്മൽ ഉണ്ടായതല്ല, ഷഹ്വത്തുമ്മൽ ഉണ്ടായതാണ്. എങ്കിൽ ഇവർ രണ്ടാളും കൂടെ ആരിഫിൻ്റെ അടുത്ത് എന്നാൽ ആലിമിനെ വടിയെടുത്താട്ടും. കള്ളുടിയനോട് ജീവനൊക്കെ തരുന്നു. നാട്ടുകാർ കണ്ടാൽ ആരാട്ടും? ആരിഫിനാട്ടും. കള്ളുടിയന്മാരെ ചങ്ങായ മൂപ്പർക്ക് കള്ളുവേണ്ടി വരും. കാരണം കള്ളുടിയും ചെയ്ത് ചെറിയ തെറ്റാ. എന്താ കള്ളുടി ചെയ്ത്? കള്ളുടിച്ചു. അതെന്താ? ഷഹവത്ത്. അപ്പോഴും അവൻ അറിയാം എന്ത് ഞാനീ ചെയ്യുന്നത് തെറ്റാണ്. ഈ നാട്ടിലേറ്റവും അമുക്ക് ഞാനാണ്. ആലിമ ഇന്നലെ കിബിറാണ് എടുത്തോ. അതാരെ പണിയാ? ഇബ്ലീസിൻ്റെ പണിയല്ല. ഇബ്ലീസ് കള്ളുടിച്ച ചരിത്രമല്ല. ഇന്നലെ മറ്റം ചെയ്ത് ഇബ്ലീസിൻ്റെ പണിയല്ല. ആരെ പണിയാ? ഇന്നലെ ഇബ്ലീസ്. മനസ്സിലായില്ല? ഈ രണ്ടാളെ കൂട്ടത്തിൽ ഇബ്ലീസിൻ്റെ പണിയെടുത്തത് ആരാ? ആലിമൻ്റെ ഇടങ്ങായി. ഇബ്ലീസ് കള്ളുടിച്ചെന്ന് എവിടെയെങ്കിലും ഉണ്ടോ? ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ഇബ്ലീസ് കള്ളു കുടിച്ചു എന്ന് എവിടെയെങ്കിലും ഉണ്ടോ ചങ്ങായിമാരെ? എന്തൊരു എന്തല്ലാതിരിക്കണ്. ഇബ്ലീസ് കള്ളുടിക്കാൻ പ്രേരിപ്പിച്ചു എന്നല്ലേ ഉള്ളൂ. ഇബ്ലീസ് കള്ളുടിച്ചു എന്ന് ആയത്തുണ്ടോ? പഠിച്ചോ ഒന്ന് പറയും മനുഷ്യന്മാരെ. ഇബ്ലീസ് ഇബ്ലീസ് ചെയ്യുന്ന പണി എന്താ? കിബിർ. അപ്പൊ ഇവിടെ യഥാർത്ഥ ഇബ്ലീസ് ആരാ? ഈ ആലിമ്, ഈ കിബിറോണ്ട് നടക്കുന്ന ആലിമ്. മറ്റയാൾക്ക് കള്ളുടിച്ചപ്പോൾ തന്നെ അറിയാം ഞാൻ ചെയ്തത് തെറ്റാണ്, ഈ നാട്ടിലെ ഏറ്റവും അമുക്കിയാണ്. അതേ സമയത്ത് ആലിം എന്താ വിചാരിക്കണത്? ഞാൻ ഈ നാട്ടിലെ ഏറ്റവും നല്ല മഹാനാണ്, ഞാൻ എൻ്റെ കൈ മുത്തിയിട്ടല്ലാതെ പള്ളിയിൽ കയറാൻ പറ്റില്ല. ആരെങ്കിലും മുത്തിയിട്ടില്ലെങ്കിൽ അപ്പം നോട്ടി അവന് ഇപ്പോൾ കുറച്ച് സെറ്റൊരു വളച്ചിട്ട് കൂടിയിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മളെ കൈ മുത്തിയിട്ട് പള്ളി വരും. ആദം നബി അള്ളാഹു തആല പടച്ച ഉടനെ തന്നെ ഇബ്ലീസിന്റെ കൈ മുത്തിക്കണമെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതിനെ അള്ളാഹ് പടച്ചു. റൂദി തന്നെ ആരെ കണ്ടു? വലിയ മൂല്യർക്കൊക്കെയാണ് ആര്? ഇബ്ലീസ്. ഇബ്ലീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ആലിമല്ലേ, വലിയ ആലിമാണ്, വലിയ ആമിലാണ്, വലിയ ആബിദാണ്. അപ്പോൾ ഈ താടിക്കാരനായ വലിയ നിസ്കാരത്തായപ്പോഴൊക്കെ ഇയാളെ കണ്ടപ്പോൾ ഇബ്ലീസ് അതിനെ പേരിസനെ എന്ത് ചെയ്തു? അസ്സലാമു അലൈക്കും പഠിച്ചോനെ ആ കയ്യൊന്ന് മുത്തി തുടങ്ങാലോ എന്ന് വിചാരിച്ചെങ്കിൽ ഒരു പ്രശ്നവും നമ്മളെ മേലെ ഇബ്ലീസ് ഉണ്ടാക്കുന്നല്ല. അന്ന് സ്വർഗത്ത് കൂടുകയും ചെയ്യുക, ആ സ്വർഗത്തിനോട് പുറത്താക്കൂല. നമ്മക്കൊക്കെ ഇവിടെ വന്ന് ഇടങ്ങാറായി സ്വർഗത്തിന് ഉണ്ടാക്കേണ്ടതല്ലോ. ആദ്യം നബിൻ്റെ മക്കളാണെന്ന് നമുക്ക് നമ്മളെ പറ്റി അള്ളാഹ് വിധിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ പാറപ്പുറത്ത് പൊളിച്ചിപ്പിച്ചിട്ടെങ്കിലും നമുക്ക് സ്വർഗത്തിൽ തന്നെ കൂടായിരുന്നു. എന്തേ പറ്റിയത്? ആദ്യം നബി ഇബ്ലീസിൻ്റെ കയ്യെ മുട്ടിയില്ല. അതാണ് പ്രശ്നം. ആ പ്രശ്നത്തിൽ അപ്പം ഇന്നിപ്പം നമ്മളിവിടെ കൂടുന്നത് എല്ലാ പ്രശ്നവും ഉണ്ടായതല്ലേ. സ്വർഗത്തിലാണെങ്കിൽ കൊടുക്കലില്ല, വാങ്ങലില്ല, ബാങ്കില്ല, മറ്റതില്ല, മറിച്ചില്ല, തല്ലില്ല, കുത്തില്ല, UDF ഇല്ല, LDF ഇല്ല, കമ്മ്യൂണിസ്റ്റ് ഇല്ല, ലീഗില്ല, ഒരു ശല്യമില്ല സ്വർഗത്ത് പാർക്കാണെങ്കിൽ. ഇതൊക്കെ ഉണ്ടായത് ആദം നബി ഇബ്ലീസിൻ്റെ കൈ മുട്ടാത്തോണ്ട്. ഇതേ അവസ്ഥയാണ് ആർക്കുള്ളത്. ഈ കൈ മുത്തി കൊടുക്കുന്നത് ഞാൻ മോശമെന്ന് പറയല്ല, ഞാൻ നല്ലതെന്ന് പറയല്ല. അതായത് പടുജാഹിലിൻ്റെ പടുജാഹിലിനെ നഫ്സ് ചതിക്കൂല, ആലിമിനെ നഫ്സ് ചതിക്കും, ആബിദിനെ നഫ്സ് ചതിക്കും. എത്ര ഷരീഫാണോ ഓനെ നഫ്സ് ചതിക്കും. ഓന്റെ നഫ്സോനോട് പറയും ഇത് വലിയോനാണ്. അത് ആരെ സിഫത്താണ്? ഇബ്ലീസ്. ആടന്മാർ മോശമായപ്പോൾ ഏറി വന്നാൽ കള്ളുടിക്കുന്നല്ലേ ഉള്ളൂ. എങ്ങനെ ഏതായാലും ഇബ്ലീസ് കുടിച്ച പണിയൊന്നുമല്ല. ഇബ്ലീസ് കള്ളോട്ട് കുടിച്ചിട്ടില്ല. അത് പഠിച്ചോനെ പുറത്തിറങ്ങാൻ തീർന്ന ഒരു 25,000 കഴിഞ്ഞാൽ തീരുന്ന വിഷയമാണ്. എന്ത് പറയാങ്ങായിമാരെ കള്ളുടിയൊക്കെ കള്ള് കുടിച്ചു വരുമ്പോൾ തന്നെ ഓനെന്ത് കരഞ്ഞിട്ടുണ്ടാവും. അപ്പം തന്നെ അള്ളാഹു തആല സാരല്ല പോയിക്കോന്ന് പറഞ്ഞിട്ടുണ്ടോ. അങ്ങനെ ഉണ്ടാക്കാം. അതേ സമയത്ത് അള്ളാഹ് പൊറുക്കാത്ത ആളാണ് ഇബ്ലീസിൻ്റെ സിഫത്ത്. അതേതാണ്? കിബറാണ്. അള്ളാഹ് നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. ഇതൊക്കെ എന്നോട് പറഞ്ഞു ഇന്നലെ രാത്രി. ഇന്നലെ ഞങ്ങൾ രണ്ടാളും ക്ലാസ്സിന് വരുമ്പോൾ പറഞ്ഞു ഈ നാട്ടിലെ ഏറ്റവും വലിയ കള്ളുടിയൻ ഈ വെള്ളിയാഴ്ച രാവിലെ മരിച്ചു.
റമളാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലെ ആ നാട്ടിലെ ഏറ്റവും വലിയ കള്ളുടിയൻ മരിച്ചു എന്ന് ഇവൻ എന്നോട് പറഞ്ഞു. ഫുൾ ടൈം കള്ളുടിക്കണം വെച്ചാൽ എന്തൊരു നന്മ ഉണ്ടാവും. നോമ്പിൽ ആദ്യത്തെ വെള്ളിയാഴ്ച ആര് മരിച്ചു? കള്ളുടി മരിച്ചു. ആരാണ് ഈ നോമ്പ് നോറ്റ മനുഷ്യന്മാർ? മനസ്സിലായില്ലേ? ഇവനെ ഈ മനുഷ്യനെ മയ്യത്ത് സ്കരിക്കല്ലേ? അതും റമളാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച. ആരാ മരിച്ച്? ആ നാട്ടിലെ ഏറ്റവും വലിയ കള്ളുടി. ഒരു സിഫത്തായൊക്കെ ഉണ്ടാവും. ഞങ്ങൾ കള്ളുടിക്കാൻ വേണ്ടി പറയല്ല. നീ കള്ളുടിച്ചാൽ നന്നാവുന്ന എല്ലാവരും ഷാപ്പിക്കോ. എന്റെയും തടിമ്മലുള്ള ദോഷം നോക്കിയാൽ ആ ദോഷം കള്ളുടിയനില്ല. അത് ഉറപ്പ് കള്ളുടിയനില്ല. സ്റ്റേജ് മേക്കരി കുത്തിറക്കുന്നവരുടെ ദോഷം സ്റ്റേജിൻ്റെ അടിയിൽ ആളുകൾക്കില്ല, ഒരിക്കലുമില്ല, ഉറപ്പായിട്ടില്ല. ആ സ്റ്റേജിൻ്റെ മുകളിലുള്ള ആളുകളൊക്കെ ഉന്തിത്തള്ളി താഴത്ത് കിട്ടിയിട്ട് വേറെ ആ ബാക്കിലുള്ളൊരു മുന്നിൽ കയറി. അതാണ് നീതി. പക്ഷെ ഒരിക്കലും സ്റ്റേജ് മുന്നോട്ട് ഇറങ്ങില്ല. ഒരു ചവിട്ടി പുറത്താക്കിയാലും ഒരു തവള കാര്യം പോലെ പിന്നെയും സ്റ്റേജ് മക്കനാരും. ഇതൊക്കെയാണ് ദുനിയാവ്. ഞാൻ ഏതെങ്കിലും സ്റ്റേജിനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. ദുനിയാവ് മൊത്തം അങ്ങനെയാണ്. മനുഷ്യൻ്റെ നഫ്സ് മനുഷ്യനെ ചതിച്ചു. അത് മനസ്സിലാക്കാനും കഴിയുന്നില്ല. നമ്മൾ എന്തും ഓൻ്റെ തലയിലിടുക. എന്തും ഒരു കിണറ്റിലൊരു പെരിച്ചായി ചാടി അങ്ങോട്ടും കൊണ്ട് പായുന്നുണ്ടാ നമ്മൾ എന്ത് പറയും? അവിചാരിതമായി പെരിച്ചായി ചാടി ആ പെരിച്ചായിക്കുള്ള ചൂറ്റം നമ്മൾ പറയും. എന്ത് നമ്മളെ പൂള മാന്തി അതാണ്, മറ്റത് മാന്തി എന്താണ്, എല്ലാം ഓൻ്റെ തലയിക്കിടും. ഇതന്നെ ചെയ്താൻ നമ്മൾ ഇല്ല ചെയ്ത അബദ്ധം മുഴുവൻ ആരെ തലയിക്കിടാണ്? ചെയ്താൻ വഹിക്കനെ വന്നിട്ടുണ്ടാവില്ല. ചെയ്താൻ വരേണ്ട ആവശ്യമല്ല. നമ്മളെ നശിപ്പിച്ചത് നമ്മുടെ നഫ്സാണ്. അപ്പം ഈ 70 ശൈത്താനേക്കാൾ അപകടകാരിയായ ഈ സാധനത്തിനെ നന്നാക്കണമെങ്കിൽ 70 ശൈത്താൻ്റെ പണി മതിയോ? തിരിഞ്ഞില്ല. നമ്മൾ ഖിതാമുൽ കലാമാണ്. തിരിഞ്ഞില്ല. 70 അഹ്ബത്ത് മിൻ 70 ശൈത്താൻ ഫഇന്ന നഫ്സ, നന്നാക്കാത്ത നഫ്സെല്ലാം 70 ശൈത്താനേക്കാൾ അപകടകാരിയാന്ന് ഇവിടെ ഗസാലി ഇമാം പറഞ്ഞില്ലേ? അപ്പം 70 ശൈത്താനെ നന്നാക്കാൻ എടുക്കുന്ന പണിയുണ്ട്. ആര് നന്നാവില്ല? 70 ശൈത്താനേക്കാളും അപകടകാരിയാണ് ആര്? ഒരു ശൈത്താനെ 2 ശൈത്താനെ 4 ശൈത്താനെ നന്നാക്കണ അധ്വാനം കൊണ്ട് ആര് നന്നാവില്ല? നഫ്സ് നന്നാവില്ല. കാരണം നഫ്സ് ആരെക്കാൾ അപകടകാരിയാണ്. അപ്പൊ 70 ശൈത്താനെയും നന്നാക്കി സാലിയാക്കുന്നതിനേക്കാളും പണിയാണ് ആരാ നന്നാക്കല്? നഫ്സ് നന്നാക്ക. അതും മനസ്സിലാക്കണ്ടേ? ഒരു കുട്ടീൻ്റെ വിരലിൻ്റെ തുമ്പിൽ മാത്രമേ മലമുള്ളൂ. ഒരു കുട്ടീൻ്റെ കൈ മലത്തിലാണ്. ഉമ്മാൻ്റെ കുട്ടികളൊക്കെ മലത്തിൽ കളിച്ചു. 5-8 കുട്ടികളുണ്ട് ഉമ്മാക്ക്. കുട്ടികളൊക്കെ മലത്തിൽ കളിക്കുക. ഒരു കുട്ടീൻ്റെ കൈവരലേ ഉള്ളൂ. ഒരു കുട്ടീൻ്റെ കൈമുട്ടുന്ന താഴത്തൊക്കെ ഉള്ളൂ. ഒന്ന് കയ്യിലേ ഉള്ളൂ. അതിൻ്റെ കീപ്പട്ടൊക്കെ ഉള്ളൂ. മൂർത്താവ് മുതൽ എന്താണ് തീട്ടത്തിൽ മുങ്ങിക്കാണ് എങ്കിൽ ഉമ്മ കുടുങ്ങ ആരെക്കൊണ്ട? മറ്റോൻ്റെ വിരലൊന്ന് വെള്ളത്തിൽ ഇങ്ങനെ ആക്കിയാൽ തീർന്ന്. ഒരുത്തൻ മലത്തിൽ മുങ്ങിപ്പൊങ്ങിയതാ. ഓനെ നന്നാക്കണമെങ്കിൽ ഇവരൊക്കെ നയറ്റി വിട്ടതിന് ശേഷം ഉമ്മ ഒന്ന് ഒരുങ്ങിയിട്ട് എന്താ പറഞ്ഞ് പൊയ്ക്കോളി, നീ ഈ ബലല്ല ഞാനെന്ന്. ചെറിയ പണിയൊന്നും പോരാ. നിന്റെ നഫ്സ് 70 ശൈത്താനേക്കാൾ അപകടകാരിയാണെങ്കിൽ അതിനെ നന്നാക്കിയെടുക്കാൻ എന്ത് അധ്വാനം വേണ്ടി വരും? ആരന്നാക്കുക? ശൈത്താൻ നന്നാക്കുക. 70 ശൈത്താനേക്കാളും അപകടകാരിയാണ് നിന്റെ നഫ്സെങ്കിൽ അത് നന്നാക്കിയെടുക്കാൻ പണി എത്ര ഉണ്ടാവും? ഇതാദ്യം പഠിക്ക്. ഇപ്പോഴും ഞാനും വിചാരിച്ച് നടക്കണം എന്താണ്, നമ്മൾ ഈ നാട്ടിലെ ഏറ്റവും മഹാനാണ്, അത് നമ്മൾ വിചാരിച്ച് നടക്കുകയാണ്. ഇത് എന്തിനേക്കാൾ അപകടകാരിയാണ്? 70 ശൈത്താൻ. അതാണ് നന്നാക്കിയാൽ റബ്ബ് വിളിക്കുകയും ചെയ്യും. ഈ വിഷയത്തിൻ്റെ ഒരു ഭാഗമാണ്. ഒരു പക്ഷേ റമദാനിൽ എൻ്റെ 2ാം ഭാഗം പറയും. ഒരു പക്ഷേ കുറച്ച് അത്യാവശ്യ കാര്യങ്ങൾ നാളെ പറയാനുണ്ട്. അപ്പം അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ വളരെ 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 ചിന്തിക്കണം. എല്ലാത്തിനൊക്കെ മാറി നിന്നിട്ട് എനിക്കൊന്ന് നന്നാകണമല്ലോ എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾ നല്ലവരല്ല എന്ന് മനസ്സിലാക്കണം. എനിക്ക് നന്നാകണമല്ലോ എന്ന് ചിന്തിക്കണം. ഒരു പണിയെടുക്കണം. അപ്പോൾ നമ്മൾ നന്നാവും. അള്ളാഹു നമ്മൾ നന്നാക്കി തരട്ടെ.
അള്ളാഹുവിൻ്റെ സ്വാലിഹ്യങ്ങളിലും അള്ളാഹുവിൻ്റെ മുത്തഖീങ്ങളിലും അള്ളാഹു നമ്മളെയൊക്കെ തീർത്ത് തരട്ടെ. എല്ലാ അപകടത്തിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഇതിനൊക്കെ ഒരുപാട് വിശദീകരണങ്ങളുണ്ട്, ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. ولا حول ولا قوة إلا بالله العلي العظيم. اللهم أمرتنا بدعائك ووعدتنا بإجابتك لقد دعوناك فأجبنا يا الله يا حي يا قيوم يا حي يا قيوم يا حي يا قيوم. റബ്ബേ നിൻ്റെ പൊരുത്തത്തിലാക്കി തരണമേ റബ്ബേ. എല്ലാ പ്രയാസത്തിൽ നിന്നും രക്ഷപ്പെടുത്തി തരണമേ റബ്ബേ. എല്ലാ റഹ്മത്തിൻ്റെ വാതിലും തുറന്നു തരണമേ റബ്ബേ. എല്ലാ വിഷമങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ റബ്ബേ. ഞങ്ങൾ ഉമ്മാക്കും അപ്പാക്കും ഒക്കെ പുറത്തു കൊടുക്കണമേ റബ്ബേ. ഞങ്ങൾ മക്കളെ നീ സ്വാലിയാക്കി തരണമേ റബ്ബേ. അള്ളാഹുവേ ഈ പറഞ്ഞ ഞങ്ങൾക്ക് ഉപകരിക്കണമേ റബ്ബേ. ഞങ്ങൾ നഫ്സ് നല്ലതല്ല, ഞങ്ങൾ നല്ലോരല്ല, ഞങ്ങൾക്ക് നന്നാകണം എന്നൊരു ബോധം നീ ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ. ഞങ്ങൾ നല്ലോരല്ല.